ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ മാമൻ മാത്യുവിനെയും മനോരമയെയും ഒക്കെ കടന്നാക്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് പ്രതിപാദിക്കാനുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും ആദ്യം അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് നിത്യോപകരണ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. അതുപോലെ വിപണിയിൽ ഇടപെടാത്തതിനെ കുറിച്ചിട്ടാണ്. പിന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഓണക്കിറ്റുകളൊക്കെ തന്നെ വിതരണം ചെയ്തിരുന്നു നേരത്തെയൊക്കെ. ഇപ്പോൾ അത് 6 ലക്ഷമായിരുന്നു, അത് 50,000 ആക്കി കുറച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. കൂടാതെ കണക്കിന് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ പരിഹസിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം പറഞ്ഞത് ധനസ്ഥിതിയെക്കുറിച്ചാണ്. ധനസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അടുത്ത 9 മാസത്തേക്ക് കടമെടുക്കാൻ കഴിയുന്ന പരിധി എന്ന് പറയുന്നത് അത് നമ്മുടെ GDP യുമായി ബന്ധപ്പെട്ടാണ്. 32,484 കോടി രൂപയാണ്. അതിലിപ്പോൾ തന്നെ 30,000 കോടി രൂപയിലേക്ക് 38,462 കോടി രൂപ കടമെടുത്ത് കഴിഞ്ഞു. ഇനി കേവലം 2,000 കോടി രൂപ മാത്രമേ കടമെടുക്കാൻ ബാലൻസ് ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കടമെടുപ്പിനെ പരിഹസിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ആക്രമിച്ചിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അതിനേക്കാൾ വലിയ കടമെടുപ്പാണല്ലോ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ പൂ പോലും അറിയാതെ ഖജനാവ് നിറക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂമ്പാറ്റയുമില്ല, തേനുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 33,000 കോടി രൂപ റവന്യൂ ഉണ്ട്. ആ റവന്യൂവിൽ 28,000 കോടി രൂപയും ടാക്സ് റവന്യൂ ആണ്. അത് വളരെ ഫലപ്രദമായി കഴിഞ്ഞ ഗവൺമെൻറ് പിരിക്കാൻ നോക്കിയതിൻ്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ നിശിതമായിട്ടുള്ളൊരു വിമർശനം ഉന്നയിച്ചത് ഗവർണർമാരുടെ കാലത്ത് മുമ്പും ഉദ്യോഗസ്ഥരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളിപ്പിച്ചപ്പോഴൊക്കെ തന്നെ LDF വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അതിൻ്റെ പുറത്തെടുക്കുകയും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയും ചെയ്യാതിരുന്നു. പക്ഷെ ഇപ്പോൾ VC-മാരെയൊക്കെ തന്നിഷ്ടപ്രകാരം ഗവർണർ അപ്പോയിൻ്റ് ചെയ്യുകയാണ്. അതിന് മോഹനൻ കുന്നുമ്മലിൻ്റെയൊക്കെ തന്നെ കുന്നുമ്മൽ മോഹൻ്റെയും അതുപോലെ കുട്ടികളുടെ മുമ്പിൽ പാറ്റ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വേറെ വീഡിയോ ചെയ്തതാണ്. ഐഷി ഘോഷിൻ്റെ വിഷയവുമൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന കാലടി സർവകലാശാലയിലെ സമരവും അവിടെ സിസ തോമസിൻ്റെ വ്യാജ പരാതിയും തെരുവ് നാടകങ്ങളടക്കം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ വന്നത്. ആ ചോദ്യങ്ങൾ വന്നപ്പോൾ ഗവർണറെക്കുറിച്ച് വെള്ളാപ്പള്ളിയെക്കുറിച്ച് ചോദ്യം വന്നു. വെള്ളാപ്പള്ളി നമ്മുടെ NM ഷംസീറിനെ കുറിച്ച് കുറുക്ക് വഴിയിലൂടെ നേതാവാണ് എന്ന് പറഞ്ഞതിന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞു. കൂടാതെ വഖഫ് ബോർഡിൽ അത് പുനഃസംഘടനയ്ക്ക് അനുകൂലം എന്ന് പറയേണ്ടതായിരുന്നു ഈ ഗവൺമെൻറ്, അത് പറഞ്ഞില്ല എന്നുള്ള നിലക്ക് വലിയ വിമർശനമുണ്ടായി. എന്ന് പറഞ്ഞാൽ നേരത്തെ പിണറായി വിജയൻ്റെയൊക്കെ കാലത്ത് 2016 വഖഫ് ബോർഡ് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നപ്പോൾ UDF നിയമിച്ച വഖഫ് ബോർഡായിരുന്നു. പക്ഷെ അവരുടെ കാലാവധി തീരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് അങ്ങനെ കാലാവധി തീരുന്നതിന് മുമ്പ് അവരെ മാറ്റാൻ വേണ്ടി ശ്രമം നടത്തി. ഇപ്പോൾ എന്തായാലും കോടതിയിൽ എടുത്തേക്കണത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പുനഃസംഘടനയ്ക്ക് അനുകൂലം എന്ന് പറയുന്ന തീരുമാനം മാറ്റുകയും പുനഃസംഘടന വേണ്ട എന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ തായ്ക്കണ്ടിയിൽ വീണക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് അദ്ദേഹം വളരെ വിശദമായി മറുപടി പറഞ്ഞു. ആ വിശദമായി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് EDയുടെയൊക്കെ പ്രസ് റിലീസ് സാധാരണ അവരുടെ വെബ്സൈറ്റുകളിലൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അവരെ എക്സ്പോസ്റ്റുകളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിൽ P. വിജയൻ എന്ന് പറയുന്നത് എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തന്നെ ഒരു കൈരളി ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അത് തന്നെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അസ്വാഭാവികതയുണ്ട്. കാരണം എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം P. വിജയൻ എന്നൊക്കെ പറഞ്ഞ് എഴുതേണ്ട കാര്യമില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിന് ഒരു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെയുള്ളത് അവസാനം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ പേരെഴുതുക എന്നുള്ളതാണ്. പക്ഷേ അസാധാരണമായ വിധം ഇദ്ദേഹത്തിൻ്റെ പേര് കൂടി എഴുതി ചേർത്തു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചത് റിയാസിൻ്റെ അക്കൗണ്ടുകളിലേക്ക്. കാരണം 2020 റിയാസും വീണയും തമ്മിലുള്ള കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ റിയാസിൻ്റെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നും റിയാസ് അത് മറ്റു പലരിലേക്കും പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മനോരമ വാർത്ത എഴുതിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ മനോരമയുടെ വാർത്തയുടെ സ്രോതസ് എന്താണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പറയുന്ന തെളിവുകൾ കിട്ടിയത് എന്നാണ് ചോദിച്ചത്.
ഇത് മാമൻ മാത്യു സൃഷ്ടിച്ച വാർത്തയാണല്ലോ, ആ വാർത്തക്ക് എന്ത് തെളിവാണുള്ളത്? പിണറായി വിജയനെതിരെയാകുമ്പോൾ എന്തുമാകാം എന്ന് നിങ്ങളങ്ങോട്ട് വിചാരിച്ച് കളയരുത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല, പിണറായി വിജയൻ്റെ സുഹൃത്താണ് മാമൻ മാത്യു. പക്ഷേ ഇത്തരത്തിലല്ല ഒരു മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കൂടാതെ അദ്ദേഹം പറഞ്ഞത്, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു കള്ള ഏർപ്പാടുമില്ല, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ മനോരമയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുമെതിരെ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഞങ്ങൾ സാധാരണ ഇത്തരത്തിലുള്ള പ്രസ് റിലീസുകൾ കൊടുക്കാറുണ്ട്, അതിന് പ്രത്യേകതയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഈ മറുപടി പോലും അസാധാരണമാണ്. കാരണം സാധാരണ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാൽ അതിനൊന്നും ഒരു തരത്തിലുള്ള മറുപടിയും പറയേണ്ട ബാധ്യത ഒരു അന്വേഷണ ഏജൻസിക്കില്ല. പക്ഷെ അന്വേഷണ ഏജൻസി ഏതാണ്ട് ഒരു രാഷ്ട്രീയക്കാരെ പോലെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടാതെ ആ പ്രസ് റിലീസ് നോക്കിയാൽ കാണാം, അതിൽ 7 സ്ഥലത്ത് കൃത്യമായി വീണ വിജയൻ്റെ പേര് പറയുകയും ഏറ്റവും അവസാനത്തെ പാരഗ്രാഫുകളിൽ വളരെ കൃത്യമായി അസന്നിഗ്ധമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹവാല ഡീലിന് എന്ന് പറയുകയും, കൂടാതെ ഈ വീണ വിജയൻ വരവിൽ കവിഞ്ഞ പണം നോൺ സോഴ്സുകളിൽ അവരുടെ വിവരങ്ങൾ ഉള്ളിടത്തോളം വെച്ച് അവർക്ക് അറിയാവുന്ന സോഴ്സുകളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ പണം കൈകാര്യം ചെയ്തിരുന്നു എന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് കൃത്യമായ രാഷ്ട്രീയ വേട്ടയാണ്. അതുകൊണ്ട് വീണ വിജയനല്ലേ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യണോ വേണ്ടതെന്നുള്ള സംശയമൊന്നും CPM ആവശ്യമില്ല. ഇന്നിപ്പോൾ എന്തായാലും കോഴിക്കോട് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത് വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൃത്യമായി പിണറായി വിജയൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ മനോരമയ്ക്കും മാമൻ മാത്യുവിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. എന്താണെങ്കിലും മനോരമയ്ക്കും മാമൻ മാത്യു ഒന്നും മറുപടി പറയാനൊരു സാധ്യതയില്ല, കാരണം അതിനൊരു തെളിവുമില്ല. പിന്നെ ഇതിനേക്കാൾ വലിയ അസംബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടി മനോരമ വാർത്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമ്മുടെ മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ഫോണിലൂടെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റിയില്ലെന്നാണ്. ഇതുപോലെയുള്ള കഥകളൊക്കെ മനോരമയ്ക്ക് എഴുതി വെക്കാം. കാരണം മനോരമ ഇതുപോലൊരു ചാരക്കേസ് എഴുതിയിട്ടും അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. അവരുടെ സർക്കുലേഷൻ കൂടിയെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ചാരക്കേസ് സൃഷ്ടിച്ച ഉദ്യോഗസ്ഥന്മാർക്കും കുഴപ്പമുണ്ടായില്ല, മനോരമയ്ക്കും കുഴപ്പമുണ്ടായില്ല. പകരം നമ്മുടെയൊക്കെ ടാക്സിൽ നിന്നെടുത്തിട്ടുള്ള പണമെടുത്ത് നമ്പി നാരായണന് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു എന്നറിയണം. ഇതിൻ്റെയൊക്കെ ബർഡൻ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ തീപ്പെട്ടി മേടിക്കുമ്പോഴും ഈ പറയുന്ന പോലെ മെഴുകുതിരി മേടിക്കുമ്പോഴൊക്കെയുള്ള ടാക്സിൽ നിന്നാണല്ലോ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം. ഇതുപോലെയുള്ള അപസർപ്പ കഥകൾ എഴുതിയത് കൊണ്ട് CPM ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മനോരമ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയാണ് പിണറായി വിജയൻ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മനോരമയ്ക്കെതിരെ ആഞ്ഞടിച്ചത്.